സോ ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്ന മൾട്ടി യൂട്ടിലിറ്റി പാസഞ്ചർ വെഹിക്കിളായ ടാറ്റ വിങ്ങറിൻ്റെ ഇൻറ്റീരിയറിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു ടാറ്റ വിങ്ങറിൻ്റെ ഏറ്റവും പുതിയ ടാറ്റ വിങ്ങറിന് വന്നിരിക്കുന്നത്. ക്ലസ്റ്ററിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്ററാണ് ഈ ഒരു ടാറ്റ വിങ്ങറിന് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ഈ ഒരു സെൻട്രലായിട്ട് നമുക്കൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സ്പീഡോമീറ്റർ വരുന്നുണ്ട്, റൈറ്റ് സൈഡിൽ ടാക്കോമീറ്റർ വരുന്നുണ്ട്. മുകളിലായിട്ട് നമുക്ക് ബാക്കി വാർണിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ എല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ താഴെ ട്രിപ്പൊക്കെ സെറ്റ് ചെയ്യാനുള്ള 2 സ്വിച്ചസ് ഒക്കെ ഈ ഒരു കൺസോളിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇരുവശങ്ങളിലേക്ക് നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് നേരെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്ന കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടുന്ന് പിന്നെ നേരെ നമ്മൾ ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് വൈപ്പർ കൺട്രോൾസ് ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ ഒരു നോബിലാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഹാൻഡ്സ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈഡ് നോബാണ് ഈ ഒരു വാഹനത്തിന് വരുന്നതുള്ളൂ. നൈസ്ലി പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഈ ഒരു സെൻറ്റർ കൺസോളിലേക്ക് നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിലും AC-യുടെ ക്ലൈമറ്റിക് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്ന ഈ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന 3 നോബിലാണ്. ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും ദെൻ ക്ലൈമറ്റ് സോൺസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത്രയും സ്വിച്ചസിലൊക്കെ കൊടുത്തിട്ടുള്ളത്. മുകളിലായിട്ട് തന്നെ നമുക്ക് ബാക്കി അകത്ത് 2 അഡീഷണൽ സ്വിച്ചസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4 ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് ലാംപ്സിൻ്റെ സ്വിച്ചസ് ഒക്കെ വരുന്നുണ്ട്. ദെൻ പിന്നെ നേരെ നമ്മൾ അവിടെ നിന്ന് നേരെ ഈ ഒരു സൈഡിലേക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ നേരെ ഈ ഒരു സൈഡിലേക്ക് നേരെ നോക്കുമ്പോൾ നമുക്ക് 2 USB ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. 2 എണ്ണം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ 2 സൈഡിലും നമുക്ക് 2 അഡീഷണൽ സ്വിച്ചസ് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ദെൻ അവിടെ നിന്ന് പിന്നെ ഈ ഒരു സൈഡിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നത് കാണാം. ഗ്ലൗ ബോക്സിൻ്റെ മുകളിലായിട്ട് നമുക്കിവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലും നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. താഴെ നമുക്ക് ഒരു ഗ്ലൗ ബോക്സിൻ്റെ ആ ഒരു പൊസിഷൻ കാണാനായിട്ട് സാധിക്കും. ദെൻ ഈ ഒരു ടോപ്പ് പോർഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഈ ഒരു ഫ്രണ്ട് ഏരിയ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ടുണ്ട്. ദെൻ വലിയ നല്ലൊരു സൺ ബ്ലൈൻഡ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിയ സൈസിലുള്ള ഒരു സൺ ബ്ലൈൻഡ് ആണ് വരുന്നത്. അവിടെ നിന്ന് പിന്നെ നേരെ നമ്മളൊരു റിയർ വ്യൂ മിററിലേക്ക് നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നൈസായിട്ടാണ് അത് സ്പേസ് ചെയ്തിട്ടുള്ളത്. ദെൻ നേരെ മുകളിലേക്ക് നേരെ നോക്കുമ്പോൾ നമുക്കിവിടെ റീഡിംഗ് ലാംപ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. വൈറ്റ് ലാംപ്സ് ആണ് കേട്ടോ ഈ ഒരു റീഡിംഗ് ലാമ്പിൽ വരുന്നത്. ഇതാ കണ്ടോ, അങ്ങനെയാണ് ഈ ഒരു റീഡിംഗ് ലാമ്പിൻ്റെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ നേരെ നമ്മൾ ഈ ഒരു ഗിയർ നോബിലേക്ക് നേരെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് കാണാനായിട്ട് സാധിക്കും. 5+1 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഗിയർ നോബാണ് കേട്ടോ ഈ ഒരു ടാറ്റ വിങ്ങറിന് വന്നിട്ടുള്ളത്. ദെൻ അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ ഈ ഒരു സെൻറ്റർ പൊസിഷനിലേക്ക് നേരെ നോക്കുമ്പോൾ നമുക്ക് ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നല്ല നൈസ്ലി നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് ഈ ഒരു ഹാൻഡ് ബ്രേക്സും ഈ ഒരു വാഹനത്തിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ ബലവും കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് എല്ലാം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ സീറ്റ് കംഫോർട്ടും അടിപൊളിയാണ്. സീറ്റ് ബെൽറ്റിൻ്റെ ഹുക്കപ്പും ഈ ഒരു സീറ്റിൻ്റെ സൈഡിൽ തന്നെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വാഹനത്തിന് ഗിയർ ഷിഫ്റ്റ് അഡ്വൈസർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കറക്റ്റ് മൊമെൻറ്റിൽ തന്നെ ഗിയർ ചേഞ്ച് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ദെൻ ഇതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ റിയർ സൈഡിലെ ഡോർ ഓപ്പൺ ചെയ്ത് ആ ഒരു പാസഞ്ചർ ഏരിയ 9+1 സീറ്റിംഗ് കപ്പാസിറ്റിയോട് കൂടിയാണ് ഈ ഒരു ടാറ്റ വിങ്ങർ ഏറ്റവും പുതിയത് അവതരിപ്പിച്ചിരിക്കുന്നത്. ബാക്കിൽ 8 പേർക്കും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഒരാൾക്കും ഇരിക്കാൻ സാധിക്കും. അങ്ങനെ 9 പേർക്ക് പാസഞ്ചർ കംഫർട്ട് ഉണ്ട്. ദെൻ ഈ ഒരു സൈഡിലും ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 USB ഇൻസേർട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു സൈഡിലും. സോ പാസഞ്ചർക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ ഇതെല്ലാം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ നമുക്കൊരു USB ഇൻസേർട്ട് കാണാം. ദെൻ അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു മുകളിലേക്ക് നേരെ നോക്കുമ്പോൾ ഫ്രണ്ടിൽ കണ്ട പോലത്തെ തന്നെ സെയിം റീഡിംഗ് ലാമ്പ് നമുക്ക് ഈ ഒരു റിയർ സൈഡിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു എമർജൻസി ബട്ടൺ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ടുണ്ട്. ദെൻ അവിടെ നിന്ന് പിന്നെ നേരെ ഈ ഒരു സൈഡിൽ 2 റീഡിംഗ് ലാംപ്സ് ആണ് വരുന്നത്. ഇതും വൈറ്റ് ഇൻ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ ഒരു വാഹനത്തിൻ്റെ ബെസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനം ബെസ്റ്റ് ഇൻ ക്ലാസ് പാസഞ്ചർ കംഫോർട്ട് തരുന്ന ഒരു ടാറ്റ വിങ്ങറാണ്. സോ അതിൻ്റെ നമുക്ക് നേരെ ഇവിടെയായിട്ട് സെൻട്രലൈസ്ഡ് AC ബാക്കിലുള്ള പാസഞ്ചേഴ്സിന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള AC വെൻസ് നമുക്ക് കാണാനായിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത് ഈ മുകളിൽ ഈ ഒരു ചെറിയ നോബിലാണ് വരുന്നത്. അവിടെ നിന്ന് പിന്നെ നേരെ നമ്മൾ ഈ ഓരോ സീറ്റിലേക്ക് നേരെ നോക്കുമ്പോൾ നമുക്ക് ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റ്സ് കൊടുത്തിരിക്കുന്നത് കാണാം. കാരണം ഓരോ പാസഞ്ചേഴ്സിനും ഈ ഒരു വാഹനത്തിൽ അത്രമാത്രം സേഫ്റ്റി ഉണ്ട്. താഴെയായിട്ട് ഒരു സ്പെയർ ടയർ വരുന്നുണ്ട്. ദെൻ അവിടെ നിന്ന് പിന്നെ നേരെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വൈഡ് ആയിട്ടുള്ളൊരു വിൻഷീൽഡ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡ്യുവൽ ഗ്ലാസും ഫ്രണ്ടിൽ ഒരു ചെറിയ 2 ഡ്യുവൽ ഗ്ലാസുമാണ് വന്നിട്ടുള്ളത്. സോ മൊത്തത്തിൽ നല്ലൊരു വിസിബിലിറ്റി ഒരു വാഹനത്തിൻ്റെ അകത്തുണ്ട്. പിന്നെ ഓരോ സീറ്റിൻ്റെ പുറകിലും ഇതുപോലത്തെ ഒരു ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം പിടിച്ചിറങ്ങാനും അതുപോലെ തന്നെ ഈ ഒരു സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നേരെ നിവർത്തി വെച്ച് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ കയറിയിരിക്കുന്നത്. സോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പാസഞ്ചർ കംഫർട്ടിനെ പറ്റി പറയാൻ
പറയാനായിട്ടുള്ളത്. ദിസ് ഈസ് ആക്ച്വലി ദ ബെസ്റ്റ് ഇൻ ക്ലാസ് സെഗ്മെൻറ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓരോ പാസഞ്ചേഴ്സിനും ഇൻഡിവിജ്വൽ ഹാൻഡ് റെസ്റ്റ് ഉൾപ്പെടെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡോറിൻ്റെ സൈഡിലായിട്ട് ഈ ഒരു നോബ് വലിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡോറ് തുറക്കുന്നതും അതുപോലെ തന്നെ ജസ്റ്റ് വലിച്ച് അടയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഗ്രാബ് ഹാൻഡിലിൽ പിടിച്ചിട്ട്. സോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിന് ഇൻറ്റീരിയറിൽ നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളൂ. എഞ്ചിൻ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് 2.2 ലിറ്റർ ഡൈക്കോർ എഞ്ചിനാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 60 ലിറ്റേഴ്സും DF ടാങ്ക് കപ്പാസിറ്റി വരുന്നത് 16 ലിറ്റേഴ്സുമാണ്. ദെൻ ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ സൈഡ് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് കോയിൽ സ്പ്രിങ്ങും അതുപോലെ തന്നെ റിയർ സൈഡിൽ വന്നിരിക്കുന്നത് പാരാബോളിക് ലീഫ് സ്പ്രിംഗ് സസ്പെൻഷനുമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. എന്തായാലും ഒട്ടനവധി പാസഞ്ചർ ഫ്രണ്ട്ലി ആൻഡ് പാസഞ്ചർ ഇമ്പോർട്ടൻസ് കൊടുത്ത് ടാറ്റ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ടാറ്റ വിങ്ങറാണ് നമ്മുടെ മുൻപിലേക്ക് കിടക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.